ഹലോ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ കുറച്ച് ന്യൂട്രി ബാർസ് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് ഡേറ്റ്സ് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതിൽ ചെറുതാക്കി കട്ട് ചെയ്യണത് നമുക്ക് മിക്സിയിൽ അടിക്കാനായിട്ട് ഒന്ന് എളുപ്പത്തിന്. പിന്നെ ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള ഡേറ്റ്സ് എടുക്കാതിരിക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ മിക്സിയിൽ അടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതിലേക്ക് 1/4 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എന്ത് വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ കാഷ്യൂ നട്ട്സ്, ബദാം എന്താണുള്ളത് അതൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് പിസ്തയൊക്കെ ഇതേപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മിക്സിൻ്റെ ജാറിൽ ഡേറ്റ്സ് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് കൊണ്ടുവരിക. അതുപോലെ തന്നെ നമ്മൾ ആ 1/4 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തല്ലോ, അതും ഇതേപോലെ പൗഡറാക്കി എടുക്കുക കേട്ടോ. നമുക്ക് ഇനിയിപ്പം ഇത് നന്നായിട്ട് പൗഡർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കുറച്ചും കൂടെ ഇങ്ങനെ കടിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഇത്രയ്ക്ക് അങ്ങോട്ട് പൗഡർ ആക്കണ്ട. അപ്പോൾ ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഇഷ്ടത്തിനൊന്ന് കറക്കിയെടുത്ത് കൊണ്ടുവന്നാൽ മതി കേട്ടോ. ഇനി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് കുറച്ചിട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. കുഴച്ച് ഇതേ ഒരു പരുവത്തിൽ എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ ആക്കാം. അപ്പോൾ ബാർസായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ബാറായിട്ട് ഉണ്ടാക്കണമെങ്കിൽ അതായിട്ട്, അല്ലെങ്കിൽ ബോൾസായിട്ട് ഉണ്ടാക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബോൾസ് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു അളവിനാണെങ്കിൽ ഒരു കപ്പ് ഈ ഡേറ്റ്സ് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഈ ഒരു വലിപ്പത്തിലുള്ളൊരു 12 ചെറിയ ബോൾസ് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. എന്നിട്ട് നമ്മളത് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടില്ലേ, ചെറുതാക്കി പിസ്തയും കാഷ്യൂ നട്ട്സൊക്കെ ആക്കിയത് നമ്മളൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തോളൂ. മക്കൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തു വിടാനായിട്ട് നല്ലൊരു സ്നാക്കായിട്ട് കൊടുത്തു വിടാൻ പറ്റും. പിന്നെ ഇതുപോലെ നന്നായിട്ട് നമ്മൾ ചെറിയൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഇതേപോലെ നന്നായിട്ട് ആക്കുകയാണെങ്കിൽ നമുക്ക്, എന്നിട്ട് പിന്നെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടും. പിന്നെ വേറെ ഒരു ഐഡിയ ഉള്ളത്, നമ്മൾ കുറച്ച് ചോക്ലേറ്റ് എടുക്കുക. നമ്മൾ സാധാരണ കിട്ടുന്ന നമ്മുടെ ഡയറി മിൽക്കോ കാര്യങ്ങളോ ഇപ്പോൾ ഏതാണെങ്കിലും എടുത്തിട്ട് കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. ചൂടുവെള്ളത്തിൽ, അതായത് അടിയിൽ പാത്രത്തിൽ ചൂടുവെള്ളം, മേലെ നമ്മളുടെ ആ ചെറിയൊരു ബൗളിൽ അതേപോലെ അതിൽ ചോക്ലേറ്റ് ഇട്ട് വയ്ക്കുക. അപ്പോൾ അത് മെൽറ്റായി വന്നോളും. ചോക്ലേറ്റിൽ വെള്ളമൊന്നും ആക്കരുത്. എന്നിട്ട് നമ്മൾ ആക്കി വെച്ച ഇതേപോലെ ബോൾസ് അതിലിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഷേപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിലിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് കോട്ട് ചെയ്തതേ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇത് ആകുമ്പോൾ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ അതിങ്ങനെ ഡ്രൈ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ഇതേപോലെ 12 ബോൾസാണ് നമ്മൾ ആ ഒരു അളവിന് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഒന്നും കോട്ട് ചെയ്യാണ്ട് വെറുതെ പ്ലെയിനായിട്ട് കുഴച്ചെടുത്തതാണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.